സുഷമയുടെ അച്ഛൻ എത്തിയിട്ടില്ല. എത്തുമെന്ന് തോന്നുന്നില്ല. നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ അന്വേഷിച്ചു. പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടിയെന്നാണ്. നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. പക്ഷെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ കടുകടുത്ത പ്രണയത്തിലാണ്. മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, സ്ഥാപിക്കുന്നു. സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്തിരി കാലം കൂടെ കളിച്ചേ പറ്റും. സുഷമയ്ക്ക് ബലമായ ഒരു സംശയമുണ്ട്. തന്റെ വിവാഹത്തോടുകൂടി മാതാപിതാക്കൾ വേർപിരിയുമോ എന്ന്. ആ സംശയം തീരെ അസ്ഥാനത്തല്ല. അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇപ്പോ കാമുകനുമായിട്ട് ഒളിച്ചോടിപ്പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്കങ്ങ് പിരിയാം. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം രണ്ടുപേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം. സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ. കമ സ്നേഹിച്ചു പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കും. ഒന്ന് അമ്മയ്ക്ക്, പിന്നൊന്ന് അച്ഛൻ. അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ പ്രതികരിക്കും. പ്രതികരിക്കുമ്പോ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും. എന്താ, ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ? ഗുഡ്. പക്ഷേ അതിനു മുമ്പ് മുദ്രപത്രത്തിൽ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ സച്ചുവും ഈ സ്റ്റേറ്റ്മെന്റിൽ സുഷമയും ഒപ്പിടണം. സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ നിന്നുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് താനെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും വേർപിരിയില്ല എന്ന് വാക്ക് തന്നാൽ കിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് 100% സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ സ്റ്റേറ്റ്മെന്റ്. അല്ല, വക്കീൽ നോട്ടീസും കേസും കോടതിയൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എൻ്റെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ്. വിൽ യു സൈൻ ഇറ്റ്? I will sign, sir. എന്റെ പേരൻസ് പിരിയരുത്. കിഷോറുമായിട്ടല്ല, സച്ചിനുമായിട്ടുള്ള എന്റെ വിവാഹമാണ് നടക്കേണ്ടത്. സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? സുഷമയെ ഞാൻ സഹായിക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒപ്പിട്ട് തന്ന സച്ചുവിന്റെ യഥാർത്ഥ ഉള്ള എനിക്കൊന്ന് അറിയണം. സച്ചുവുമായി എനിക്കൊന്ന് സംസാരിക്കണം, തനിച്ച്. Come on.
എന്താ സുഷ്മ ഇത്? എന്താ ഇതുവരെ പറയായിരുന്നത്? ആ, എനിക്കറിയില്ല. സുഷമ അങ്ങനെ പറഞ്ഞപ്പോ സച്ചുവിന് എന്ത് തോന്നി? കരയാൻ തോന്നി, സന്തോഷം കൊണ്ട്. അപ്പൊ സച്ചുവിന്റെ മനസ്സിലും സുഷമയുടെ എന്തോ ഉണ്ട്. സുഷ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ, 1000 ഇരട്ടി കൂടുതൽ. ഉം. പിന്നെ എന്തിനാ ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് വന്നത്? സാറ് പറഞ്ഞിട്ട് സുഷ്മയ്ക്ക് വേണ്ടി. അതേ സുഷമയ്ക്ക് വേണ്ടി ഉള്ളിലുള്ള ഇഷ്ടം, പ്രേമം അപ്പാടെ കുഴിച്ചുവിടാൻ പറ്റുമോ സച്ചുവിന്? ഇല്ല, സുഷ്മ എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല. ശരി, കഴിഞ്ഞ 1.5 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുവിനോട് പറയാം. അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചേറി കളയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. ഓക്കെ? ഓക്കെ. ശരി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് വിജയരാഘവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ, വിളിച്ചോടിപ്പോയ കമിതാക്കളല്ല നല്ല സുഹൃത്തുക്കളാണെന്ന് കൂടി പറഞ്ഞപ്പോ, നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സുഷമയുടെ അമ്മയെ വിളിച്ചു. ഹലോ. ആ, ഞാൻ ഗോപിനാഥാണ്, സുഷമയുടെയും സച്ചിന്റെയും അഡ്വക്കേറ്റ്. എന്റെ ക്ലയൻസ് എന്നെ കാണുന്നതിന് മുമ്പ് സുഷമയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാനാണ് വിളിച്ചത്. എവിടുന്നാ വിളിക്കുന്നത്? തൃശ്ശൂരിൽ നിന്ന്. ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ? ആയിക്കോട്ടെ. പാഞ്ഞെത്തിയ അമ്മ. ഞാൻ അവരോട് ചോദിച്ചു, പണ്ടൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ ആ അമ്മ. ആ അമ്മ മകളിപ്പോ ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ആ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? എന്റെ ഭർത്താവിന് വേണ്ടി. സുഷമയുടെ അച്ഛന് വേണ്ടിയോ? ഞാൻ ഈ പറയുന്നതെല്ലാം എന്റെ മോളോട് പറയില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക്. പറയുന്നതെല്ലാം ന്യായമാണെങ്കിൽ, സുഷമയോട് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയില്ല. 3 വർഷം മുൻപ് വരെ ഞങ്ങൾ എല്ലാവരും കുവൈറ്റിലായിരുന്നു. ഞാനും ബാബു എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ ഭർത്താവും സുഷമേ. ഒരിക്കൽ ബാബു കുളിമുറിയിലൊന്ന് ബോധം കെട്ട് വീണു. ഡോക്ടറായ എന്നെ അറിയിക്കാതെ കുവൈറ്റിൽ നടത്തിയ ചികിത്സയിൽ സംശയമായി. എല്ലിന്റെ മജ്ജയിലെ കോശങ്ങൾ പെരുകുകയാണെന്ന്. ബാബുവിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് പല നാൾ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യം ബാബു എന്നോട് പറഞ്ഞത്. സുഷമ ജീവനായിരുന്നു ബാബുവിന്. അതുകൊണ്ട് തന്നെ അവൾ അറിയരുതെന്ന് നിർബന്ധവുമായിരുന്നു. അവളുടെ കൗമാരത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന വിധിയോർത്ത് ബാബു പലപ്പോഴും കരഞ്ഞു. ഒരു ഡോക്ടറായ ഞാൻ ബാബുവിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. അച്ഛൻ ബിസിനസ് കാര്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞ് അവളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു. കൂടപ്പിറപ്പുകൾ ആരും ഇല്ലാതെ, പാരന്റ്സ് ഇല്ലാതെ, വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതെ 2.5 കൊല്ലം എന്റെ മകൾ നാട്ടിൽ കഴിഞ്ഞു. ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു ബാബുവിനെ കൊണ്ട് ഈ ലോകം മുഴുവനും. ഇതിലുണ്ട് ബാബുവിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്. ഇടയ്ക്കിടെ ബാബുവിന്റെ രോഗം ഭേദമാകുമ്പോ ഞാൻ ഓടി വരും എന്റെ മോളെ കാണാൻ. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അവള് ചോദിക്കുമ്പോ മനസ്സിൽ എന്റെ ദുഃഖം മറച്ചു പിടിക്കാൻ ഞാൻ വഴക്കിടുമായിരുന്നു അവളോട്. 1.5 വർഷമായി ബാബു ഇപ്പോ ഓസ്ട്രേലിയയിലാണ്. അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് രോഗം ഒന്ന് തെളിയുമ്പോ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നുമുണ്ട്. പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്തു, ഞാൻ പകലില്ലാതെ. എല്ലായ്പ്പോഴും ഞാൻ ബാബുവിനെ ഓർത്തു. എന്റെ മകളെ മറന്നു. ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു. എല്ലാ ഓർഗൻസിനെയും ബാധിച്ച് രോഗം വഷളായി കഴിഞ്ഞു. ഫൈനൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. 1 മാസത്തേക്കാണ് ആ ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞാൽ 5 മാസത്തേക്ക് ബാബു നോർമലാകും. പക്ഷേ അതുവരെ കാണു ജീവിതം. അക്കാര്യം ബാബുവിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞോളാന്ന്. ഓസ്ട്രേലിയയിൽ പോയ ഞാൻ ബാബുവിന്റെ കിടക്കക്കരികിലിരുന്ന് ബാബുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു,
ബാബു, എനിക്ക് ബാബുവിനെ ഇനി കുറച്ച് മാസങ്ങൾ കൂടി കാണാൻ കഴിയുള്ളൂ എന്ന്. പിന്നെ ഞാനല്ല, ബാബുവാണ് എന്നെ ആശ്വസിപ്പിച്ചത്. കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ച ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ 5 മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു. അതുവരെ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സുഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. അറിഞ്ഞാൽ സുഷമ വിവാഹത്തിന് മടിക്കും. അത്രയ്ക്കിഷ്ടമായിരുന്നു മോക്ക് അച്ഛനോട്. സ്നേഹം പങ്കുവയ്ക്കാനും ദുഃഖം പങ്കുവയ്ക്കാനും സുഷമയ്ക്ക് ഒരു ഇണയെ കിട്ടിക്കഴിയുമ്പോൾ അച്ഛൻ്റെ വേർപാടിൻ്റെ ആഘാതം കുറേയൊക്കെ താങ്ങാൻ അവൾക്ക് കഴിയും. അതായിരുന്നു ബാബുവിൻ്റെ കണക്കൂട്ടൽ. മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു ബാബുവിന്. സുഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം. കുറെ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകളൊരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായ കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബുവാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരൻസിന്റെ പെർമിഷൻ വാങ്ങിയതും കല്യാണ തീയതി നിശ്ചയിക്കാൻ ധൃതി കാട്ടി നാട്ടിലെത്തിയതും. പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നുപോയി. സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നതേ സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് അവർ വിചാരിച്ചില്ല. ആകെ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു അന്നവർ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബാബുവിന്റെ തൊട്ടരികിലിരുന്ന് ബാബുവിനെ ചികിത്സിക്കുന്നത് കിഷോറാണ്. ബാബുവിന്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുക കിഷോറും സുഷമയും. ആ ബാബുവിനോട് ഞാൻ എങ്ങനെ പറയും മകൾ മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന്? അങ്ങനെ പറഞ്ഞാൽ അതുടനെ നടത്തി കൊടുക്കാൻ ബാബു എന്നോട് പറയും. അതും എനിക്കറിയാം. പക്ഷെ ഞാൻ എങ്ങനെ എന്റെ ബാബുവിന്റെ അവസാന ആഗ്രഹത്തിന് ഒരു മാറ്റം വരുത്തുന്നത്? ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് സുഷമയോട് പറയാം അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോ കണ്ണീരോടെ ആ സച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മോൾ ഇങ്ങ് തിരിച്ചു വരുമെന്നും എനിക്കറിയാം. പക്ഷെ ബാബു എന്നോട് പറഞ്ഞില്ലേ പറയരുതെന്ന്. ഇനി 3 ആഴ്ച കൂടിയുള്ള ചികിത്സ. അത് കഴിഞ്ഞ ബാബു വരുമ്പോ ഞാൻ എല്ലാം ഏർപ്പാടാക്കി വെക്കണ്ടേ? ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല. ഒന്നും. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചൂടെ എന്നെ? ആ അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു. നിങ്ങൾ കമിതാക്കളല്ല, വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല. കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആധിയും വ്യഥയുമായിരുന്നു അവർക്ക്. സച്ചുവിനെ ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോ സുഷമ എന്നെ തോൽപ്പിച്ചോളൂ. സച്ചു പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? സച്ചു ഒപ്പിട്ടെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് കീറിക്കളഞ്ഞകട്ടെ. വേണ്ട സർ, വേണ്ട. അത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതൊക്കെ കുറച്ചു മെന്നെ മാത്രം വിളിച്ച് സാറിന് പറയായിരുന്നു. ഇപ്പൊ സുഷമ ഉറക്കെ പറഞ്ഞു പോയില്ല അവളുടെ ഇഷ്ടം. ആ പാവത്തിന് ഞാനെന്ത് ഉത്തരവ് കൊടുക്കുക? സച്ചു പോലും അറിയാതെ എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി. ഇപ്പോ സച്ചു എല്ലാം അറിഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. സച്ചുവിന് വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കാം. സുഷമയെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടാം. അതല്ല, സച്ചുവിന് സുഷമയെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി, സുഷമ സച്ചുവിൻ്റെതാവും. ഇതിലേത് വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുവിന് വിടുന്നു. ഏത് വഴി സ്വീകരിച്ചാലും സാറിന്റെ സഹായം എനിക്കുണ്ടാവോ? അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോ എന്റെ സഹായം സച്ചുവിനുണ്ടാവും. യു ആർ എ സ്മാർട്ട് ബോയ്. ഒരു വശത്ത് കണ്ട നിമിഷം മുതൽ എൻ്റെ ഉള്ളം കൊതിച്ചുപോയി എൻ്റെ സുഷമ. അവളുടെ ഇഷ്ടം ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് എൻ്റെ മറുപടിക്കായി കൊതിയോടെ കാത്തു നിൽക്കുന്നു.
മറുവശത്ത് മരണം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിവരം സ്വപ്നത്തിൽ പോലും മകളറിഞ്ഞ് ദുഃഖിക്കാൻ ഇടവരരുത് എന്ന് ആശിക്കുന്ന ഒരു അച്ഛനും, സുഷമ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയ അമ്മ എന്ന ആ മഹാസ്നേഹ പ്രവാഹവും ആരുടെ കൂടെ നിൽക്കണം ഞാൻ? സുഷമയുടെ കൂടെയോ ആ അച്ഛനമ്മമാരുടെ കൂടെയോ? തീരുമാനിക്കാൻ വെറും മിനിറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. സച്ചു ആരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു? എന്റെ കഴുത്തിന് നേരെ വർണ്ണമാല്യം ഉയർത്തി നിൽക്കുന്ന എന്റെ സുഷമയോടൊപ്പം നിൽക്കാൻ. എന്താ സച്ചു ഈ പറയുന്നേ? കുറച്ചു നാളത്തേക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം എന്റെ സ്നേഹം സുഷ്മയ്ക്ക് വാരിക്കോരി കൊടുത്തിട്ട് ഒട്ടും നോവിക്കാതെ മെല്ലെ അവളെ പറഞ്ഞയക്കുക. അതായിരുന്നു എന്റെ പ്ലാൻ. ആ, നന്നായി, വളരെ നന്നായി. നടക്കൂ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഗോപി വക്കീലിനോട് പോലും പറഞ്ഞില്ല. എന്താകും, എങ്ങനെയാകും എന്നൊന്നും എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. ഒരു വഴി അങ്ങ് പോവാ ഞാൻ. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫോർ എവറിത്തിങ്. എടുത്ത് പൊക്കടാ സച്ചുനെ. സച്ചുക്കി 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 സച്ചുക്കി. ഇറങ്ങിയോ? ഇന്ന സച്ചു വെച്ചോ. ആരാന്റെ മുല്ല? കൊച്ചുമുല്ല. ആ കൊച്ചുമുല്ലക്ക് ഇത്തിരി ചന്തമുണ്ടേ, കൊച്ചുമുല്ലക്ക് ഇത്തിരി ചന്തമുണ്ടേ. എന്താ ഇത്? ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അത് പറിച്ചു കയറി തിരികെ വാങ്ങിച്ചു. ഗോപി വക്കീൽ എന്തു പറയുകയായിരുന്നു ഇതുവരെ? ആ, എന്തൊക്കെയോ പറഞ്ഞു. സുഷ്മയെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു എന്നെ. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അത്രേ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം സുഷ്മയുടെ ഇഷ്ടം, ഒക്കെ സുഷ്മ നോയിക്കോളൂന്ന്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, ഞാനൊന്നും ഓർക്കുന്നില്ല. ഞാനാകെ അത്ഭുതത്തില. ഇത്രയും നാളില്ലായിരുന്ന ഇഷ്ടം സുഷ്മയ്ക്ക് പെട്ടെന്ന് എങ്ങനെ തോന്നിയെന്ന. സച്ചു എന്തറിഞ്ഞിട്ടായി പറയണേ? കണ്ട നിമിഷം മുതലേ എന്റെ ഉള്ളം കൊതിച്ചു പോയിരുന്നു സച്ചുനെ.